നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് വന്നിരിക്കുന്നത് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലുള്ള ആദി ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇതിനു മുൻപ് ഇത് അന്നലക്ഷ്മി ഗ്രാൻഡ് ആയിരുന്നു, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദി ഭവൻ ആയതിനു ശേഷം ഞാൻ ഇവിടെ വന്ന് കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് എന്താണ്, നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ബാനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്താണെന്ന് നോക്കാം. സംഭവം ഇന്ന് ഇവരുടെ 5 ഇയർ ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 1-ാം തീയതി റോസ്റ്റ് ഫെസ്റ്റ് 55 തരം റോസ്റ്റുകളാണ് അപ്പോൾ ഇവരിവിടെ തരുന്നത്. ഈവനിങ് 4 തൊട്ട് 10 വരെ ഉള്ളൂ. സോ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എത്തി, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് ഒരു 4 അല്ലെങ്കിൽ 3 റോസ്റ്റ് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനപ്പോൾ അകത്ത് വന്നിരുന്നു. ഇതാണ് അവരുടെ മെനു. നമ്മൾ പുറത്ത് കണ്ട സെയിം സാധനം തന്നെയാണ്. സോ ഇത് നോക്കിയിട്ട് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനുണ്ട്. ഞാനിവിടെ പറഞ്ഞു ഏതെങ്കിലും നല്ലത് 4 എണ്ണം. സോ ഏതൊക്കെയാണ് വരുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. എല്ലാം 150 ആണ്. ആദി ഭവൻ സ്പെഷ്യൽ കിഴി മസാല റോസ്റ്റ് മാത്രമാണ് 300 വരുന്നത്. ഇനി അത് തരുമോയെന്നും എനിക്കറിയില്ല. എന്തായാലും വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ നോക്കാം. 2 ദോശ അറ്റ് ടൈമിൽ വന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പാലക് റോസ്റ്റാണ്. സോ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ മസാല ദോശയുടെ അകത്തുള്ള സ്റ്റഫിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിൽ പാലക്കും കൂടി ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ചട്നി വെച്ച് ടേസ്റ്റ് ചെയ്യാം. ഞാനിത് മൊത്തം ഫിനിഷ് ചെയ്യില്ല എന്തായാലും, കാരണം 4 ദോശയൊന്നും ഒറ്റ സിറ്റിങ്ങിന് കഴിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. ചട്നി വെച്ച് ടേസ്റ്റ് ചെയ്യാം. തേങ്ങാ ചട്നി നല്ലതാണ്. അത് പിന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ തേങ്ങാ ചട്നി എന്തായാലും അടിപൊളിയായിരിക്കും. ഈ ഒരു തക്കാളി ചട്നിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ നല്ല കളർ, ഒരു നല്ല ചുവന്ന കളറ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തക്കാളി ചട്നി തന്നെയാണോ എന്നും അറിയില്ല. ആ ചുവന്ന കളറ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. അത് ബീട്രൂട്ട് ചട്നിയാണ്, തക്കാളി ചട്നിയല്ല. അതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ബീട്രൂട്ടിന് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഫൈനലി സാമ്പാർ കൂടി ഒഴിക്കാം. സാമ്പാർ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു മധുരമുള്ള ടൈപ്പ് സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ദോശ എന്തായാലും ഞാൻ പാഴ്സൽ പറയാം. എന്നിട്ട് നമുക്ക് കപ്പ മസാല റോസ്റ്റിലേക്ക് കിടക്കാം. കപ്പ മസാല റോസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഷെഷ്വാൻ റോസ്റ്റ് വന്നു. സോ ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. തൽക്കാലം ഈ ചട്നികൾ നമുക്കിവിടെ മാറ്റി വയ്ക്കാം, കാരണം ചട്നിയുടെ സാമാന്യ ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. നമുക്ക് ഇത് ആദ്യം വന്ന ദോശയെക്കാളും കുറച്ചുകൂടി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ആദ്യത്തെ ദോശ അത്ര ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് ആ സെൻറ്റർ പോർഷൻ തന്നെ എടുക്കാം. കപ്പ ശരിക്കും മാവ് പോലെയല്ല വെന്തിരിക്കുന്നത്, വെന്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള കപ്പയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല കഴിക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ആ ദോശയോട് കൂടി അങ്ങ് അലിഞ്ഞ് ചേരില്ല, അതുപോലത്തെ ഒരു ഫീലല്ല. ആ കപ്പയാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ മസാലയാണെങ്കിലും ചതച്ച മുളകൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതാണ്. ചട്നിയുടെ കൂടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ പാഴ്സൽ പറയാൻ തന്നെ പോവുകയാണ്. ഷെഷ്വാൻ റോസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് അടുത്ത ദോശ വന്നു. അത് സോയ് എന്തോ ദോശയാണ് പറഞ്ഞത്. മെനുവിൽ നോക്കട്ടെ, സോയ വെച്ചിട്ടുള്ളത് എന്താ ഉള്ളത് മെനുവിൽ, ഏതാണ്? സോയ മസാല റോസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് കിടക്കാൻ. ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു സ്പെഷ്യൽ ദോശ കൂടി തരാമെന്ന് പറഞ്ഞു. ഞാൻ 4 പറഞ്ഞുള്ളൂ. അതപ്പോൾ ഒരു 5ാമത്തെ ഒരു ദോശ കൂടി വരുന്നുണ്ട്. അതും ആസ് യൂഷ്വൽ സർപ്രൈസ് തന്നെയാണ്, എന്ത് ദോശയാണെന്ന് അറിയില്ല. സോ ഇനി നമുക്ക് ഈ ഒരു ഷെഷ്വാൻ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിന് പൊതുവേ ചട്നി വേണ്ടെന്ന് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ ടേബിൾ മൊത്തം ചട്നിയായി. ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അയ്യോ ഒരാൾ എന്താ ഇത്രയും ദോശയും വെച്ചിരിക്കുന്നതെന്ന്. ബട്ട് അരവീസ് ബ്ലോഗ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന്. സോ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു ഇത് നമ്മൾ നേരത്തെ വെച്ച കപ്പ ഇവിടെ വന്നതാണ്. അത് പാഴ്സൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വന്നെടുക്കും. ഇതും ഏകദേശം ക്രിസ്പിയാണ്. ആദ്യം തന്ന ആ ഒരു ആദ്യം കഴിച്ചത് നമ്മൾ എന്തായിരുന്നു, ഈശ്വര മറന്നും പോയല്ലോ. ആദ്യം നമ്മൾ എന്താ കഴിച്ചത്?
പാലക്ക് ദോശയും കുറച്ച് സോഫ്റ്റായിട്ടാണ് വന്നത്, ക്രിസ്പി ആയിട്ടാണ് വന്നത്. ഒന്ന് കഴിച്ച് നോക്കാം. ഷെഷ്വാൻ റോസ്റ്റിനകത്ത് വന്നേക്കുന്നത് ക്യാബേജ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ ഐ തിങ്ക് ഒരു ചൈനീസ് ടൈപ്പ് തന്നെയാണ്. ഇത്തിരി സ്പൈസി ആയിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഷെഷ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിരിക്കുമല്ലോ. എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ ചട്നി വെച്ചാൽ ശരിയാവത്തില്ല, ഉറപ്പാണ്. കാരണം ഇത് നമ്മുടെ വീട്ടിലെ ദോശയും ഗോബി മഞ്ചൂരിയനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൈനീസ് സാധനം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, സെയിം അത് തന്നെയാണ്. ഇത്തിരി സ്പൈസിയാണ്. അതിനെ ഷെഷ്വാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത്, എന്താ ക്രിസ്പി ആവാത്ത, ഇനി കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള സൈഡ് കൂടി എടുക്കട്ടെ. സോയ റോസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശയായ ചോക്ലേറ്റ് റോസ്റ്റ് എത്തി. ചോക്ലേറ്റ് റോസ്റ്റിൻ്റെ കൂടെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ചട്നിയും ബീട്രൂട്ടും സാമ്പാറും. അപ്പോൾ അതൊരു ഡെസേർട്ട് ദോശ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സോയ് റോസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എടുക്കാം. ഇതിനകത്ത് വലിയ സോയ ചങ്ക്സ് പീസായിട്ട് ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ഇത് തണുത്ത് പോകുന്നതുകൊണ്ടാണ് എനിക്ക് ക്രിസ്പി ആവാതെ കിട്ടുന്നത്. ആ ഒരു രണ്ടാമതിട്ട് ആ കപ്പ മാത്രമാണ് നല്ല ക്രിസ്പിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതെല്ലാം കുറച്ച് ഒരു ക്രിസ്പിനെസ് കമ്മിയായിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെരുംജീരകം മുമ്പിലേക്ക് നിൽക്കുന്ന ഒരു മസാലയാണ്. നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു സോയാക്കറി ഇല്ല, നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സോയാക്കറി സംഭവം തന്നെയാണ്. മീറ്റ് കഴിക്കാത്ത വെജിറ്റേറിയൻസിന് ഒരു നല്ലൊരു മീറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ സോയ കാണുന്നത്. ഏകദേശം ആ ഒരു മീറ്റ് മസാലയൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവരിത് കുക്ക് ചെയ്തേക്കുന്നത്. സോ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മസാല ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ചോക്ലേറ്റ് ദോശയിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂട്യൂബിൽ കുർത്താഗായ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ആൾ ഈ ചോക്ലേറ്റ് ദോശയ്ക്കൊക്കെ ഭയങ്കര എതിരാണ്. ഞാൻ ആക്ച്വലി ഇതുവരെ സ്വീറ്റായിട്ടുള്ളൊരു ദോശ കഴിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ടേബിൾ മുഴുവൻ ചട്നികൾ കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഈ ചോക്ലേറ്റ് ദോശ കഴിക്കാൻ ചട്നിയുടെ ആവശ്യമില്ല. സോ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് മെല്ലെ ഇനി ഒന്ന് കിടത്തിയിട്ട് തുടങ്ങാം. ആക്ച്വലി ഈ ചോക്ലേറ്റ് റോസ്റ്റിൽ ഒരു 100% പറയുകയാണെങ്കിൽ 10% മാത്രമേ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ളൂ. ബാക്കി മധുരമുള്ളൊരു ദോശ, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ ദോശ കണ്ടാൽ തന്നെ അറിയാം, ചോക്ലേറ്റ് വളരെ കുറവാണ്, വളരെ ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. സോ കുട്ടികൾ ചോക്ലേറ്റ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഇതിലെവിടെ ചോക്ലേറ്റ്, അതായത് ജസ്റ്റ് ചോക്ലേറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയതുപോലെയാണ് ഒരു ദോശ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നല്ല ക്രിസ്പിയാണ് കേട്ടോ, ടെക്സ്ചറലി അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൂടെ ചോക്ലേറ്റ് ചേർത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു എന്താ പറയുക, ഡെലീഷ്യസ്, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറയാമായിരുന്നു. ഈ ചോക്ലേറ്റ് ദോശ മാത്രം ഞാൻ പാഴ്സൽ എടുക്കുന്നില്ല, കാരണം ഞാനിത് വീട്ടിൽ പോയാലും കഴിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ടേബിൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ചട്നിയൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഫോണ് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇതാണ് ഇത്രയും കാലം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ OnePlus 9 Pro. ഇപ്പോൾ ഞാൻ മെല്ലെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് OnePlus 12 ഇന്നലെ ഫോൺ ഡെലിവറി എടുത്തേ ഉള്ളൂ. അപ്പോൾ ക്യാമറയൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും എങ്ങനെയുണ്ട് ക്യാമറ എന്ന്, 9 Proയുടെ ഫുട്ടേജ് ആണോ നല്ലത്, ഇതാണോ എന്നുള്ളത്. സോ എന്തായാലും ഞാനത് പോയി കൈ കഴുകട്ടെ. അപ്പോൾ നമ്മൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇന്ന് മാത്രമേ റോസ്റ്റ് ഫെസ്റ്റ് ഉള്ളൂ, പക്ഷേ മെനുവിലില്ലാത്ത ഒരുപാട് പുതിയ റോസ്റ്റുകൾ അവർ ആദിഭവൻ്റെ കോൺസ്റ്റൻറ്റ് മെനുവിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ബില്ല് കിട്ടട്ടെ. ഏകദേശം ഒരു 750 രൂപയായി കാണും എന്നാണ്. കാരണം 150 രൂപയാണ്. ഇനി ഇതിൽ GST ഉണ്ടെന്നൊന്നും അറിയില്ല. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി. സോ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാതിരിക്കരുത്. സോ ഓരോ ദോശയുടെയും പേരായിട്ടല്ല, സ്പെഷ്യൽ മസാല റോസ്റ്റും തന്നെയാണ് കൊടുത്തേക്കുന്നത്. 5 എണ്ണം ഞാൻ ഗസ് ചെയ്ത പോലെ തന്നെ 750 രൂപ. അപ്പോൾ ഞാൻ ബില്ല് പേ ചെയ്തിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. സോ ഇന്ന് കഴിച്ചതിൽ ആക്ച്വലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് എന്ന് പറയാനായിട്ടുള്ളത് ഏതാ ഇപ്പോൾ പറയാ, ആ ഒരു ഷെഷ്വാൻ കുഴപ്പമുണ്ടായില്ല. കപ്പ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് കപ്പയ്ക്ക് ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. ദെൻ ആദ്യം കഴിച്ച പാലക്ക് മസാല ദോശയുടെ ആ ഒരു മസാലയിൽ പാലക്കിട്ട പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ചോക്ലേറ്റ് ദോശ ഞാൻ പറഞ്ഞല്ലോ,
അതായിരുന്നു അവസ്ഥ. പിന്നെ കഴിച്ച സോയ ഒരു നല്ലൊരു നോൺ വെജ് ഓൾട്ടർനേറ്റീവ് എന്ന് തന്നെ പറയാം. സോ ഇത്രയൊക്കെയാണ് നമ്മളിന്ന് കഴിച്ചത്. സോ ആദിഭവൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേഡിയം ബൈപ്പാസിൽ നമ്മുടെ ട്രിനിറ്റി റേഡിയൻസ് ക്ലിനിക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.